ഡിഫറൻറ്റ് ടോർക്സ്. ഒരു അനലോഗ് ടൈപ്പ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിലുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ ടോർക്കുകൾ ഏതെല്ലാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ മെയിനായിട്ട് 3 തരത്തിലുള്ള ടോർക്ക് നമുക്ക് ആവശ്യമാണ്. അതിൽ ഫസ്റ്റ് വൺ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, സെക്കൻഡ് വൺ കൺട്രോളിംഗ് ടോർക്ക്, തേർഡ് വൺ ഡാമ്പിംഗ് ടോർക്ക്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് നമ്മുടെ അനലോഗ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ നീഡിലിനെ 0th പൊസിഷനിൽ നിന്നും റിക്വയർഡ് മെഷറിംഗ് പൊസിഷനിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മെഷീനിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ടോർക്ക്. അപ്പോൾ ആ ടോർക്ക് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയുടെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ഏതെങ്കിലും ഒരു എഫക്റ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ടോർക്ക് അതിനകത്ത് ജനറേറ്റ് ചെയ്യിക്കും. അപ്പോൾ ടോർക്ക് ജനറേറ്റ് ചെയ്യിക്കാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാഗ്നറ്റിക് എഫക്റ്റ്. മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കാന്തിക ശക്തി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സംവിധാനമാണ്. ഇവിടെ കാന്തത്തിൻ്റെ അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കാറ്. മൂവിങ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മെയിൻലി ഈ ഒരു എഫക്റ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റ്. ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റിൽ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സും ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സുമാണ് വരിക. ഇതിൽ ഒരു മോട്ടർ പോലെ ആക്ട് ചെയ്ത് അല്ലെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ട് അവിടെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഒരു ടോർക്ക് ക്രിയേറ്റ് ചെയ്ത് നീഡിൽ മൂവ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റ്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സെയിം ഒരു ഇൻഡക്ഷൻ മോട്ടോർ പോലെ അല്ലെങ്കിൽ അതിൽ വർക്കിംഗ് എങ്ങനെയാണോ അതുപോലെ നമ്മുടെ നീഡിൽ മൂവ് ചെയ്യുന്ന ആ ടോർക്ക് ജനറേറ്റ് ചെയ്ത് നീഡിൽ മൂവ് ചെയ്യുന്ന സംവിധാനമാണ് ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി അടുത്തത് തെർമൽ എഫക്റ്റ്. തെർമൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഹീറ്റാകുന്ന ഹോട്ട് വയർ ഇൻസ്ട്രുമെൻറ്റ്സ് ആ ഹീറ്റ് ആകുന്നതിൻ്റെ ഫലമായിട്ട് പൊസിഷൻ ചേഞ്ച് ഉണ്ടാകുന്ന മോഡൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഹോട്ട് വയർ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി അടുത്തത് കെമിക്കൽ എഫക്റ്റ്. ഇലക്ട്രോളിറ്റിക് ഇൻസ്ട്രുമെൻറ്റ്സിലാണ് നമ്മളിവിടെ കെമിക്കൽ എഫക്ട്സ് പ്രയോജനപ്പെടുത്തുക. ഇനി അടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റ്. വോൾട്ട്മീറ്ററിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ് ഇവിടെ നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ എഫക്ട്സ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതിയാവും. മാഗ്നറ്റിക് എഫക്റ്റ്, ഇലക്ട്രിക്കൽ എഫക്റ്റ് എക്സാമ്പിളായിട്ട് 1-2 എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്ന 1-2. ഓക്കെ. ഇനി അടുത്തത് കൺട്രോളിംഗ് ടോർക്ക്. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ കൊടുക്കുന്ന ഒരു ടോർക്കാണ് കൺട്രോളിംഗ് ടോർക്ക്സ്. അപ്പോൾ കൺട്രോളിംഗ് ടോർക്കിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് റിക്വയർഡ് മെഷറിംഗ് പൊസിഷനിൽ ഈ നീഡിലിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് കൺട്രോളിംഗ് ടോർക്കിൻ്റെ ഡ്യൂട്ടി. 2 തരത്തിലുള്ള കൺട്രോളിംഗ് ടോർക്കാണുള്ളത്. സ്പ്രിംഗ് കൺട്രോൾ ആൻഡ് ഗ്രാവിറ്റി കൺട്രോൾ നോർമലി. അപ്പോൾ സ്പ്രിംഗ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും സ്പിൻഡിലിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ബോഡിയിലും അറ്റാച്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ഒരു സ്പ്രിങ് 2 സ്പ്രിങ് കണക്ട് ചെയ്യും. ആ സ്പ്രിങ് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നീഡിൽ മൂവ് ചെയ്യുമ്പോൾ ആ സ്പ്രിങ് അതിൽ ഒരു സ്പ്രിങ് എന്ത് ചെയ്യും? അത് കുറച്ചുകൂടെ ടൈറ്റ് ആവും, ഒരു സ്പ്രിങ് ലൂസുമാകും. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും? മൂവ് ചെയ്ത് റിക്വേർഡ് പൊസിഷൻ ആകുമ്പോൾ ആ ഒരു സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നതും നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഈക്വൽ ആകും. അപ്പോൾ അതവിടെ നിൽക്കും. ഇനി നമ്മൾ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യേണ്ട ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി മാറ്റി എന്ന് കരുതുക. ആ മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ സ്പ്രിങ് വൈൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മുറുകിയിരിക്കുന്ന സ്പ്രിങ് ലൂസാകാനുള്ളൊരു പ്രവണത കാണിക്കും. അപ്പോൾ ആ ടെൻഡൻസിയുടെ ഫലമായിട്ട് അതെന്ത് ചെയ്യും? തിരിച്ച് 0th പൊസിഷനിൽ നീഡിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ 2 ഡ്യൂട്ടിയാണുള്ളത്. 1 മെഷറിംഗ് പോയിന്റിൽ പിടിച്ചു നിർത്തുക, 2 മെഷർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നീഡിലിനെ ആ പൊസിഷനിൽ നിന്നും 0th പൊസിഷനിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതും ആരുടെ ജോലിയാണ്? ഇവിടെ കൺട്രോളിംഗ് ടോർക്കിൻ്റെ ജോലിയാണ്. ഇനി അടുത്ത് നമുക്ക് ഗ്രാവിറ്റി കൺട്രോൾ നോക്കാം. അപ്പോൾ ഇത് ഗ്രാവിറ്റി കൺട്രോള് യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഒരു ജനറൽ വ്യൂ ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കൺട്രോൾ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രാവിറ്റി കൺട്രോളിന് വേണ്ടി ഒരു വെയിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാരമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൺട്രോൾ വെയിറ്റ് നമ്മൾക്ക് ഇവിടെ കാണാം.
പിന്നെ ബാലൻസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓവറാൾ സിസ്റ്റം, അതായത് നീഡിൽ അതുപോലെ തന്നെ കൺട്രോൾ വെയിറ്റ്, ഇതിനെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് 0th പൊസിഷനിൽ ഇതിനെ നിർത്തുവാൻ വേണ്ടിയും കൂടി നമ്മൾ കൊടുക്കുന്ന വെയിറ്റാണ് ബാലൻസ് വെയിറ്റ്. ഈ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എപ്പോഴും വെർട്ടിക്കലായിട്ട് മാത്രമേ നമുക്ക്, ഗ്രാവിറ്റി കൺട്രോൾ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എപ്പോഴും വെർട്ടിക്കലായിട്ട് മാത്രമേ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഇതിൽ നമുക്ക് എന്തിനു വേണ്ടി കൺട്രോളിങ് ടോർക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ വെർട്ടിക്കലായിട്ട് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് ചുരുങ്ങിയിരിക്കും. അത് തുടക്കം 0th പൊസിഷനിലൊക്കെ വളരെ വളരെ അടുത്തിരിക്കും. പിന്നെ 0th പൊസിഷൻ കഴിയും തോറും ഇത് വലുതായിക്കൊണ്ടേയിരിക്കും. അതായത് ആ സ്കെയിലിൻ്റെ വിഡ്ത്ത് കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യം ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡിൽ. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇതിൻ്റെ വില. ഇത്തരം ഇൻസ്ട്രുമെൻസിൻ്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ഇത്രയുമാണ് കൺട്രോളിംഗ് ടോർക്സ്. ഇനി അടുത്ത ടോർക്ക്, മൂന്നാമത്തെ ടോർക്കിലേക്ക് നമുക്ക് പോകാം, ഡാമ്പിംഗ് ടോർക്ക്. ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഫലമായിട്ട് മൂവ് ചെയ്യുന്ന നീഡിലിനെ കൺട്രോളിംഗ് ടോർക്ക് അതിൻ്റെ റിക്കേർഡ് പൊസിഷനിൽ പിടിച്ചു നിർത്തുന്നു. ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വരും. അതായത് തുല്യവുമായിരിക്കും വിപരീത ഡയറക്ഷനിലുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒരു ഓസിലേറ്ററി മൂവ്മെൻറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബലം കിട്ടുമ്പോൾ അതൊരു ഓസിലേറ്ററി മൂവ്മെൻറ്റിന് കാരണമാകും. അതായത് നീഡിലിരുന്ന് വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ കൃത്യമായൊരു റീഡിങ് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാകും. ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാമ്പിംഗ് ടോർക്ക് കൊടുക്കുന്നത്. ഡാമ്പിംഗ് ടോർക്ക് 3 തരത്തിലാണുള്ളത്. 1 എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, 2 ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, 3 എഡ്ഡി കറണ്ട് ഡാമ്പിംഗ്. അപ്പോൾ നമുക്ക് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് നോക്കാം. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, നമ്മുടെ ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിൽ നമ്മളെന്താണ്, എയറിൻ്റെ ഫ്രിക്ഷനാണ് ഇവിടെ ഡാമ്പിംഗ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡാമ്പിംഗ് ടോർക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ആ പിസ്റ്റനകത്ത് ഫസ്റ്റ് ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമാകും. ഇപ്പോൾ നീഡിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു മെക്കാനിക്കൽ പവർ ആർക്കൂടെ കിട്ടും, പിസ്റ്റന് കൂടെ കിട്ടും. അപ്പോൾ പിസ്റ്റണിനകത്ത് ഒരു ക്ലോസ്ഡ് എയർ ചേമ്പറാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഈ ഡാമ്പിംഗ് ഫോഴ്സ് വരുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഡാമ്പിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓസിലേറ്ററി മൂവ്മെൻറ്റ് ഈ എയർ ഫ്രിക്ഷൻ മൂലം കുറവ് സംഭവിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രയോജനപ്പെടുത്തുക, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, ഇവിടെ നമ്മൾ എയർ ചേമ്പർ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ ഒരു വെയിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈറ്റ് അലൂമിനിയം വെച്ചിട്ട് ഏരിയ കൂടുതൽ കവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഏരിയ വെച്ചിട്ടൊരു ഏരിയ ഉള്ള ഒരു വെയിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക, അപ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്ത് അവിടെ ഒരു എയർ ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്ത് ഓസിലേറ്ററി മൂവ്മെൻറ്റ് ഇത് തടയും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു കാറ്റത്ത് കുട പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള മൂവ്മെൻറ്റിനെ അത് ഒപ്പോസ് ചെയ്യും. അപ്പോൾ അവിടെ അതിൻ്റെ കാരണം എയർ ഫ്രിക്ഷനാണ്. അപ്പോൾ വലിയ കുടയാണ് പിടിക്കുന്നത്, അതിനനുസരിച്ച് വലിയൊരു ഫ്രിക്ഷൻ അവിടെ ജനറേറ്റ് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഏരിയ കൂടിയ ഒരു വെയിൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, ഭാരം കുറഞ്ഞ ഏരിയ കൂടിയ ഒരു വെയിൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഡാമ്പിങ് ഒഴിവാക്കും. ഇനി അടുത്തത് സെക്കൻഡറി ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ചേമ്പറിനകത്ത് ഈ പറഞ്ഞ വെയിനെ നമ്മൾ കൊണ്ടുവയ്ക്കും. ഈ ഒരു ചേമ്പറിനകത്ത് നമ്മൾ വെയിനെ കൊണ്ടുവച്ചാലുള്ള ലാഭം എന്ന് പറഞ്ഞാൽ അവിടെ എയർ ഫ്രിക്ഷൻ്റെ അളവ് കൂടുതലായിരിക്കും. അതായത് എയർ കുറച്ചുകൂടെ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും ചേമ്പറിനകത്തിരിക്കുക. അങ്ങനെ വരുമ്പോൾ എയർ ഫ്രിക്ഷൻ്റെ ആ ഒരു ഡെപ്ത് നമുക്ക് കൂട്ടാൻ പറ്റും. ഇതാണ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. ഇനി അടുത്തത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. അപ്പോൾ ഓസിലേറ്ററി മൂവ്മെൻറ്റ് നേരത്തെ കണ്ടതിനേക്കാൾ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹയർ എനർജിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ ഓസിലേറ്ററി മൂവ്മെൻറ്റും അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എയർ ഫ്രിക്ഷൻ പോരാതെ വരും, അല്ലെങ്കിൽ എയർ ഫ്രിക്ഷനെക്കാട്ടിയും കൂടുതൽ ടോർക്ക് അവിടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ആ സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഫ്ലൂയിഡ് ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ ഒരു ഫ്ലൂയിഡ് കണ്ടെയ്നറിലോട്ട് ഒരു വെയിനുള്ള ഒരു മെക്കാനിസം നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. ആ ഇൻസേർട്ട് ചെയ്ത് വെച്ച മെക്കാനിസത്തിനെ നിന്നും സ്പിൻഡിൽ ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പോൾ റൊട്ടേഷൻ്റെ ഫലമായിട്ട് ഈ സ്പിൻഡിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡാമ്പിങ് ആർക്കൂടെ ഷെയർ ചെയ്യപ്പെടും, ഈ താഴത്തെ
പോർഷനിൽ ഷെയർ ചെയ്ത് ഈ ഫ്ലൂയിഡ് ആ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യും. ആ ഒരു മെക്കാനിക്കൽ പവറിനെ ഒപ്പോസ് ചെയ്യാൻ ഈ ഫ്ലൂയിഡിൻ്റെ ഫ്രിക്ഷൻ പ്രയോജനപ്പെടുത്തും. ഇതാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. അപ്പോൾ നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഇനി നെക്സ്റ്റ് വൺ എഡ്ഡി കറണ്ട് ഡാമ്പിംഗ്. എഡ്ഡി കറണ്ട് ഡാമ്പിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനൊരു മെക്കാനിസം, നമ്മുടെ ഫസ്റ്റ് കാണുന്ന ഫിഗർ പോലത്തെ ഒരു മെക്കാനിസം കാണാം. അപ്പോൾ മേളിൽ താഴെ 2 സ്പ്രിങ്, അത് കഴിഞ്ഞ് നമ്മുടെ നീഡിലിന് താഴെ ഡിസ്കിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു യു മാഗ്നറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നീഡിൽ മൂവ് ചെയ്യുന്ന ഓസിലേറ്ററി മൂവ്മെൻറ്റ് നീഡിലിനുണ്ടാകുകയാണെങ്കിൽ ഈ ഡിസ്കിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ആ EMFനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ EMF ഉണ്ടാകാതെ, നമ്മുടെ ലെൻസ് സ്ലാ അനുസരിച്ചിട്ട് ആ EMF ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ ടോർക്ക് ജനറേറ്റ് ചെയ്യും. ഇവിടെ EMF ഉണ്ടാകാനുള്ള കാര്യം ഓസിലേറ്ററി മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലമായിട്ടൊരു EMF ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകരുത് എങ്കിൽ, ലെൻസ് സ്ലാ അനുസരിച്ച് അങ്ങനെ ഉണ്ടാകരുത് എങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതാണ് എഡ്ഡി കറണ്ട് ഡാമ്പിംഗ്. അപ്പോൾ എഡ്ഡി കറണ്ട് ഡാമ്പിങ്ങിന് ഒന്ന് ഡിസ്ക് ടൈപ്പാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ അലൂമിനിയം ഫോർമേഴ്സ് യൂസ് ചെയ്യും. അതായത് ഒരു സിലിണ്ടറിൽ നമ്മൾ അലൂമിനിയം വൈൻഡിങ്സ് അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഫോർമർ യൂസ് ചെയ്യും. അതിൽ എഡ്ഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? ഈ ഡാമ്പിംഗ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, ഇതാണ് എഡ്ഡി കറണ്ട് ഡാമ്പിംഗ്. ഇനി നമുക്കൊരു ഡാമ്പിങ് എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഗ്രാഫിൽ കാണിച്ചിട്ട് ഒരു അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം. ഒരു അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം ആണെങ്കിൽ അത് ഓസിലേറ്ററി മൂവ്മെൻറ്റിലൂടെ ആയിരിക്കും റെസ്റ്റിംഗ് പൊസിഷനിലേക്ക് എത്തുക. അതായത് ആ നീഡിൽ റെസ്റ്റിംഗ് പൊസിഷനിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും. ഓസിലേറ്റ് ചെയ്ത് കുറേ ടൈം എടുക്കും. ഇനി അതേസമയം ഓവർ ഡാമ്പിംഗ് ആണെങ്കിലോ, ഇവിടെ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഓവർ ഡാമ്പിംഗ്. അപ്പോൾ ഓവർ ഡാമ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ പയ്യെ മൂവ് ചെയ്ത് ടൈം എടുത്ത് റെസ്റ്റിംഗ് പൊസിഷനിലോട്ട് ആ ഓസിലേറ്ററി മൂവ്മെൻറ്റ് ഒട്ടും തന്നെ കാണത്തില്ല. അത് പക്ഷേ റെസ്റ്റിംഗ് എത്താൻ ടൈം എടുക്കും. അതേസമയം ക്രിട്ടിക്കൽ കറക്റ്റായിട്ട് ഡാമ്പ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ വളരെ വേഗത്തിന് അണ്ടർ ഡാംപ്ഡ് കണ്ടീഷനെക്കാട്ടിയും ഓവർ ഡാംപ്ഡ് കണ്ടീഷനെക്കാട്ടിയും വേഗത്തിൽ തന്നെ ഫൈനൽ പൊസിഷനിലേക്ക് അത് എത്തിച്ചേരും. അതായത് ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒറിജിനൽ റീഡിംഗ് എടുക്കേണ്ടി വരുന്ന ടൈം ഡാമ്പിംഗ് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുക വഴി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബെനിഫിറ്റാണ് ഉള്ളത്. ഇനി നമുക്ക് നോട്ട്സിലേക്ക് പോകാം.